സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യം സ്ഥാപിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ ഇതാ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച ഈശോ ഇതാ നമ്മുടെ മധ്യത്തില് ആയിരിക്കുകയാണ്. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. ആ അപ്പത്തില് ഈശോയെ നമുക്ക് കാണാം. ആ ഈശോയെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈശോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല എന്ന്. ജീവൻ നൽകുന്ന അപ്പത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈശോ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്നതിനാണ്, സമൃദ്ധമായ ജീവൻ നൽകുന്നതാണ്. അതിനായിട്ടാണ് ഈശോ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-4 വാക്യങ്ങള്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് കടന്നുപോയപ്പോൾ വാഗ്ദാന പേടകം അവർ വഹിച്ചിരുന്നു. ആ വാഗ്ദാന പേടകത്തിന് ദൈവമുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. ആ പേടകം ഇതാ നമ്മുടെ മധ്യത്തിൽ നമ്മോടൊപ്പമായിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി, നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിത നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. നമ്മുടെ മധ്യത്തിലായിരിക്കും മാത്രമല്ല, അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുമെന്നാണ് പറയുന്നത്. അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ജനമായിട്ട് മാറും. നാം അവിടുത്തോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മിഴികളിൽ കണ്ണുനീര് ഉണ്ടാവുകയില്ല, കാരണം അവിടുന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ദുഃഖമോ മുറവിളിയോ വേദനയോ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അതിനെയെല്ലാം അതിജീവിക്കാൻ ശക്തിയുള്ള കർത്താവിത നമ്മുടെ മധ്യത്തില് ആയിരിക്കുകയാണ്. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തോടു കൂടി വസിക്കുന്നതിനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവമാണ് അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നത് കർത്താവാണ്. കർത്താവിത നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നതിനായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുകയാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം ഒരു കാലത്തിന്റെ രൂപത്തില് കർത്താവിന് നമുക്കിപ്പോൾ സമർപ്പിക്കാം. യേശുവേ നീ
ഇത്രയേറെ സ്നേഹമേകാ അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാ അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും സുഖമെന്നു പോയി എനിക്കില്ല ശാന്തി തെല്ലും നിമിഷസുഖം ലോകരാ കരളിനു ദാഹമെന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥാ പാതയുടെ തീക്കനലായി ഒളിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാ അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്ക് നന്ദിയേകാ എന്തു ചെയ്യും ഞാൻ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനായിട്ട് എന്ത് യോഗ്യതയാണ് എന്നാണ് നമ്മൾ കർത്താവിനോട് ചോദിച്ചത്. യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല എങ്കിൽ നമ്മുടെ കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും തകർച്ചകളും പരിഗണിക്കാതെ ദൈവത നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെയല്ല, വ്യവസ്ഥയില്ലാതെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. നിരന്തരമെൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസ്സാൽ ഉയർന്നതും ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാ